കേരള രാഷ്ട്രീയത്തിലെ കരുത്തരായ നേതാക്കളിൽ ഒരാൾ ലീഡർ കെ മുരളീധരൻ റിപ്പോർട്ടിനൊപ്പം ചേർന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം UDF നേതൃത്വത്തിനുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിന് പ്രവർത്തനം താഴെത്തട്ടിലേക്ക് കൂടെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 2 ദിവസത്തെ ക്യാമ്പുണ്ട് സുൽത്താൻ ബത്തേരിയിൽ. ആ ക്യാമ്പിൽ ഏകദേശം രൂപം ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തകരെ സജ്ജീകരിക്കുക, അതിനുള്ള CUC പോലുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉണ്ടാക്കുക. അങ്ങനെ പ്രവർത്തകരെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ ജയിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷന് ഒരു ഓളമുണ്ട്. ആ ഓളം അസംബ്ലിയിൽ ഉണ്ടാവില്ല, പഞ്ചായത്തിലുണ്ടാവില്ല. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാണ്. ഈ മുൻ KPC അധ്യക്ഷൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു കാലയളവാണ് അതെന്ന് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും പറയുന്നുണ്ട്, KPCയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അങ്ങ് ഏറ്റെടുക്കാത്തത്? അല്ല, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പോൾ KPCCക്ക് നാഥനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ദേശീയ നേതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ ഏതാണ് കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ. തീരുമാനിച്ച് ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അത് സംബന്ധിച്ച പല ക്ലാസ്സുകളും മറ്റും ഞാൻ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ഡലം തലത്തിലുള്ള തിരുവനന്തപുരത്തൊക്കെയുള്ള മണ്ഡലം തലത്തിലുള്ള സ്റ്റഡി ക്ലാസ്സുകൾ വരെ ഞാൻ ഇപ്പോൾ പങ്കെടുക്കാറുണ്ട്. അത് വട്ടിയൂർക്കാവിൽ മാത്രമല്ല, ഇന്നലെ ആര്യനാടുണ്ടായിരുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ തലത്തിലുള്ള മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു 1 ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കാരണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു പുതിയ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് LDFും UDFും മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ BJPയും ഒരു പ്രധാന ഘടകമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 എതിരാളികളുണ്ട് ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ആ 2 പേരെയും നേരിട്ട് കൊണ്ട് വേണം ഇലക്ഷൻ ജയിക്കാൻ. അപ്പോൾ അതിന് നല്ല അധ്വാനം വേണം. കമ്മിറ്റികളില്ലാത്ത സ്ഥലത്ത് പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കണം. അങ്ങനെ കമ്മിറ്റിയിൽ ആളെ വയ്ക്കുമ്പോൾ സ്വന്തം ആടുതല്ലികളെ വയ്ക്കാതെ കഴിവുള്ളവരെ വയ്ക്കണം. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇലക്ഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ശതമാനം 20-ലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം. തൃശ്ശൂരിൽ BJP വിജയിക്കുന്നു, പലയിടങ്ങളിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ആശങ്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേരത്തെ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനാ സംവിധാനം അത് മെച്ചപ്പെടുത്താൻ ആരാണ് തടസ്സമാകുന്നത്? അല്ല, സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തിയേ തീരൂ താഴെത്തട്ടിൽ. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, തൃശ്ശൂർ 56,000 വോട്ട് BJP പുതിയതായി ചേർത്തിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു പാർട്ടീൻ്റെ പരാജയം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി വോട്ട് കുറേ മറച്ചു കൊടുത്തോണ്ടെന്ന് ആരും ജയിക്കാനും തോൽക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ പണ്ട് കാലത്താണ്, ഇപ്പോഴങ്ങനെയല്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നൊരു നിർണായക ഘട്ടമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇപ്പോഴൊരു അശ്രദ്ധ മൊത്തത്തിൽ പാർട്ടിക്കുണ്ട്. അതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, തൃശ്ശൂർ അതിൻ്റെ ഒരു ദോഷഫലം ഉണ്ടായത് മാത്രം. മറ്റ് സ്ഥലങ്ങളിൽ ഏതാണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ആ ഒരു രീതി മാറണം. കാരണം കാലഘട്ടം മാറുകയാണ്, പഴയ കാലമല്ല. കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലി മാറ്റണം. അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നേതൃത്വത്തിൽ ഒരു ഉടച്ചുവാർക്കൽ, അത് KPC അധ്യക്ഷ പദവിക്ക് അപ്പുറത്തേക്ക് ഒരു പാർട്ടിയിലും മുന്നണിയിലും അടക്കം ഒരു ഉടച്ചുവാർക്കൽ അനിവാര്യമാണോ ഈ ഒരു സാഹചര്യത്തിൽ? അല്ല, ഞാൻ പറയുന്നത് മേലെ തട്ടിലുള്ള മുഖമെനിക്കലല്ല വേണ്ടത്, താഴെ തട്ടിൽ പ്രവർത്തകരുണ്ടാവും. അതല്ലാതെ ഒരു KPCC പ്രസിഡന്റ് മാറിയതുകൊണ്ടോ DCC പ്രസിഡന്റ് മാറിയതുകൊണ്ടോ പ്രശ്നം തീരില്ല. താഴെ തട്ടിൽ പ്രവർത്തകരെ സജ്ജീകരിക്കാൻ കഴിയണം. അതല്ലാതെ മിനുക്കോണി കൊണ്ട് ഇനി രക്ഷപ്പെടില്ല. ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ട് അവിടെ പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ആ പാർട്ടി സ്വാഭാവികമായി ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ? അതിലേക്ക് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ KPCയുടെ നേതൃയോഗം കൂടുകയും അടുത്ത ഇലക്ഷന് തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പ് അവർ നടത്താൻ പോകുന്നത്. ഈ വയനാട്ടിൽ ക്യാമ്പ് വരാൻ പോവുകയാണ് 16, 17 തീയതികളിൽ. ആ ക്യാമ്പിലേക്ക് മുൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അല്ല, എന്നെ എല്ലാവരും വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് അത് തൽക്കാലം ഞാൻ മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം പാർട്ടിയോട് നിസ്സഹരിക്കുന്നു എന്നല്ല. പാർട്ടിയെ തീരുമാനമെടുത്ത് അവർ അറിയിക്കട്ടെ. അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം. അപ്പം അതിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ. ഈ ഒരു താൽക്കാലിക പിൻവാങ്ങൽ വട്ടിയൂർക്കാവിലൂടെ ഒരു തിരിച്ചുവരവാണോ? അല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ വട്ടിയൂർക്കാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം 8 കൊല്ലം ഞാൻ അവിടുത്തെ MLA ആയിരുന്നു. അതിനുശേഷം അവിടെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, UDFന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കോട്ടം പരിഹരിച്ചുകൊണ്ട് അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ
10-ൽ കുറയാത്ത കൗൺസിലർമാർ, 24 കോർപ്പറേഷൻ വാർഡാണ് വട്ടിയൂർക്കാവ്, 10-ൽ കുറയാത്ത അംഗങ്ങളെ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അസംബ്ലി കുറേ കൂടി ഈസി ആയിരിക്കും. ഈ മലബാർ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, വോട്ട് ശതമാനത്തിലടക്കം വലിയ വർധനമുണ്ടായി. ഇനിയിപ്പം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സാന്നിധ്യം കൂടെ വരുമ്പോൾ അത് എത്രത്തോളം UDF ഗുണം ചെയ്യും? അല്ല, പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് അതുണ്ടെങ്കിൽ പോലും അവർക്ക് കുറേ കൂടെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും MP അതിന് ശേഷം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കേരളത്തിന് മൊത്തം UDF ഒരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ BJPക്കെതിരെയുള്ള ഒരു ഫൈറ്റർ എന്ന നിലയിലാണ് കെ മുരളീധരനെ വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ നേമത്ത് വലിയൊരു മത്സരം കാഴ്ചവെക്കുന്നു. അത് സ്വയം സന്നദ്ധനാവുകയാണ്. സമാനമായി തൃശ്ശൂരിലേക്ക് മത്സരത്തിന് ഇറങ്ങുന്ന സാഹചര്യം. ഇപ്പോൾ പാലക്കാട് BJPയുമായി വളരെ നേരിയ മാർജിനിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും ഒരു പോരാളിയായി കെ മുരളീധരൻ്റെ സാന്നിധ്യം അതിൻ്റെ ആവശ്യമില്ല പാലക്കാട്. കാരണം പാലക്കാട് എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരാരാണെങ്കിലും മത്സരിക്കട്ടെ. അവിടുത്തെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അത്ര ഒരു BJPയുടെ മുൻതൂക്കമുള്ള നിയോജകമണ്ഡലമല്ല. അത് പാലക്കാടിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാത്തതുകൊണ്ടാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ BJP ഉള്ളൂ. വിരാഗിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും UDF LDF മത്സരമാണ്. അപ്പോൾ ഇവർക്ക് പരമാവധി കഴിഞ്ഞ അസംബ്ലിയിൽ ലീഡ് കിട്ടിയത് 5000 വോട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ അതിനെ പഞ്ചായത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. വിരാഗിരി പഞ്ചായത്ത് തന്നെ UDFൻ്റെ ഉറച്ച പഞ്ചായത്താണ്, ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുള്ള പഞ്ചായത്താണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ മുൻതൂക്കം അതാ മിസ്റ്റർ ശ്രീധരന് കിട്ടിയ മുൻതൂക്കം ഇനി ആരും എന്നാലും കിട്ടില്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മുമ്പ് മത്സരിച്ചിട്ടുണ്ട് ഷാഫിക്കെതിരായിട്ട് 2016. അന്ന് 11000 വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത്. പിന്നീട് ശ്രീധരൻ വന്നപ്പോൾ അദ്ദേഹം മെട്രോമാനുമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നിഷ്പക്ഷമതികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വോട്ടാണ്. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ അവിടെ 9700 വോട്ട് UDF ലീഡാണ്, ശ്രീകണ്ഠൻ ലീഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതേ ഭൂരിപക്ഷത്തിൽ അസംബ്ലിയിൽ ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ തിരിച്ചടി, അതിൽ ഒരു ഘട്ടത്തിൽ പോലും മനസ്സിൽ പോലും അങ്ങനെ അവിടെ ഒരു കാലുവാരൽ, കാരണം തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പലവട്ടം അങ്ങനെ ഒരു നീക്കം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായോ? നേതൃത്വത്തിൽ ഒരു സംശയം ഉണ്ടായില്ലേ? ഞാനിപ്പോഴും പറയുന്നത് അവിടെ കാലുവാരലുകൊണ്ടല്ല തോറ്റുപോയത്. പക്ഷേ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അത് ഭാവിയിലും അത് പരിഹരിച്ചില്ലെങ്കിൽ അസംബ്ലിയിൽ ദോഷം ചെയ്യും. കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിലൊരു കാര്യം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിങ്ങൾ 8 സീറ്റെങ്കിലും വാങ്ങണം. കാരണം എനിക്ക് തൃശ്ശൂർ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒരു 8 സീറ്റെങ്കിലും വാങ്ങിയാലേ കേരളം UDF ഭരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻറ്റി ഇൻകമൻസി വേവ് വളരെ ശക്തമായിട്ടുണ്ട്. CPM വളരെയധികം മൂല്യച്യുതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പങ്ക് കോൺഗ്രസിനെ പോലെ തന്നെ BJPയും കരസ്ഥമാക്കാൻ നോക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു എതിരാളി ദുർബലനായാൽ മറ്റേ എതിരാളിക്ക് കരുത്ത് കൂടും. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അതാണ്. ഞാനെനിക്ക് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറഞ്ഞിരുന്നു ത്രിപുരയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്. അന്ന് പലരും വ്യാഖ്യാനിച്ചത് കെ മുരളീധരൻ BJPയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കാരണം അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ വർക്കാണ് ത്രിപുര BJP പിടിക്കാൻ കാരണം. അതേ മോഡലാണ് തൃശ്ശൂരും ഉണ്ടായത്. ഈ BJPയിൽ നിന്നും പിണങ്ങുന്ന അല്ലെങ്കിൽ ഈ CPMൽ നിന്നും അകലുന്ന ഇത്തരം പ്രവർത്തകരെ, ഇരു വിഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ എന്തുകൊണ്ട് കോൺഗ്രസിനെ ആകർഷിക്കാൻ കഴിയും? BJPയിൽ നിന്ന് CPMലേക്ക് ആൾക്കാർ പോകുന്നു, പ്രവർത്തകർ തിരിച്ച് CPMൽ നിന്ന് BJPയിലേക്കും എത്തുന്നുണ്ട്. അവരെ ആകർഷിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയുക? അവരെ ആകർഷിക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ ആരെയും പ്രവേശിപ്പിക്കാൻ ചില ആളുകൾ താഴെത്തട്ടിൽ സമ്മതിക്കാത്ത ഒരവസ്ഥ, അതാണ് പലപ്പോഴും. ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങളൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ DIC ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ളവരെ പോലും പഴയ DIC ബന്ധം പറഞ്ഞ് അകറ്റി നിർത്തുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴെങ്ങനെ പാർട്ടി ശക്തിപ്പെടും? ഈ DIC രൂപീകരണ കാലഘട്ടം, അതിനുശേഷം കോൺഗ്രസിലേക്ക് തിരിച്ച് അങ്ങുൾപ്പെടെ ലീഡർ കെ കരുണാകരൻ ഉൾപ്പെടെ എത്തിയ ഒരു സാഹചര്യം. പക്ഷേ അന്ന് ഒപ്പമുണ്ടായിരുന്ന നല്ല വലിയൊരു നേതൃത്വത്തെ പൂർണ്ണമായും നേതൃത്വം അവഗണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് പലവട്ടമായി പാർട്ടി വേദികൾ ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്? ഞാൻ പറയുന്നത് അത് പരിഗണിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഈ പാർട്ടിക്ക് താഴെത്തട്ടിൽ ആളില്ലാതെ പോകുന്നത്. ആളില്ലാഞ്ഞിട്ടല്ല, പല വരുന്ന ആളുകളെ അകറ്റി നിർത്തുന്ന സമീപനം. ഇപ്പോൾ
കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിന് പുറത്തും നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് സെലിബ്രിറ്റീസിനെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരിക, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളെ കൊണ്ടുവരിക. പക്ഷേ ഇവിടെയൊക്കെ ഒരു ശശി തരൂരൊഴികെ അങ്ങനെ എടുത്തു കാണിക്കാൻ കോൺഗ്രസ്സിന് ആരുമില്ല. വരാഞ്ഞിട്ടല്ല, പലർക്കും വരാൻ താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവർക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു പത്രങ്ങളിൽ, അവരെക്കുറിച്ചിട്ടുള്ള ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു. പിന്നെ ആര് വരും? അപ്പോൾ ഒരുപാട് പേര് വരാൻ തയ്യാറാണ്. ഇപ്പം തന്നെ അറിയാം, മറ്റേ ധർമ്മജൻ കാട്ടി വന്നു, രമേഷ് പിഷാരടി വന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴും എതിർപ്പായിട്ട് കുറേ പേര് വന്നു. പക്ഷേ അവർക്ക് തന്നെ പാർട്ടിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർ പാർട്ടിയിൽ തന്നെ ശക്തമായി നിലകൊള്ളുന്നു. ഈ കോൺഗ്രസ് സംസ്ഥാനത്ത് ദുർബലമാകുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്, ലീഡർ കെ കരുണാകരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. മുന്നണിയിൽ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കെ കരുണാകരനെ ഓർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നേതാവായും ചരിത്രം വിലയിരുത്തുന്നത് കെ കരുണാകരനെ തന്നെയാണ്. ഇപ്പോൾ 94 കാലഘട്ടത്തിൽ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെട്ടു. ഒരുപക്ഷെ ISRO ചാരക്കേസിൽ ഗൂഢാലോചന അന്വേഷണം CBI പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു. നമ്പി നാരായണൻ അടക്കമുള്ള ശാസ്ത്രജ്ഞർ അവർ ഇതിൽ തെറ്റുകാരല്ലെന്നും ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന ഈ കേസ് ഉണ്ടാക്കുന്നതിൽ നടന്നു. പക്ഷെ അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇപ്പോഴും ലീഡർക്ക് നീതി ലഭിച്ചില്ല എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് എതിരായി വന്ന ആരോപണങ്ങളൊന്നും അത് അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നുള്ളത് ജനത്തിന് 101% ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ സംഭവവികാസങ്ങളുണ്ടായൊരു മെച്ചെന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ബോധ്യമായി. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ചാരക്കേസ് കൊണ്ട് 2 വ്യക്തികൾക്കാണ് ഏറ്റവും അധികം പ്രയാസം ഉണ്ടായത്. ഒന്ന് നമ്പി നാരായണന് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റു. ഞാൻ കേട്ടത് ഐസിലൊക്കെ അദ്ദേഹത്തിനെ കടത്തിയെന്നാണ്. അദ്ദേഹം ഒരു മൃതപ്രായനായി മർദ്ദനം കാരണം. എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം, ആയുസിൻ്റെ വലിപ്പം കൊണ്ടുമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് പകരം മാനസിക പീഡനമാണ് കെ കരുണാകരനുണ്ടായത്. ആ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അമ്മ മരിച്ച സന്ദർഭമാണ്. അദ്ദേഹം റോഡ് ആക്സിഡൻറ്റിൽ അദ്ദേഹം ശാരീരികമായിട്ട് തളർന്ന ഒരു സാഹചര്യം, അതിനു പുറമെയാണ് അമ്മയുടെ മരണം. ഇങ്ങനെയുള്ള ഒരുപാട് പേഴ്സണലായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചാരക്കേസ് വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ പോലും അത് ബാധിച്ചു. അപ്പം അന്ന് ഈ അമ്മയുടെ ഒരു പരിപാടി, ആദ്യം നടന്നൊരു പരിപാടി 94 എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ചാരക്കേസ് വന്ന ഉടനെയാണ്. അദ്ദേഹത്തിനൊരു വാക്കുപോലും പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 9 പേരിൽ നിന്നും ഏതാണ്ട് ഒരു 60, അന്ന് 55 പേരാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ലാസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 9-ൽ നിന്നും 55-ലേക്ക് കൊണ്ടുവരികയും മുന്നണിക്ക് നല്ല 3-2 ഭൂരിപക്ഷം കിട്ടുകയും ചെയ്ത് ആ ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ജനമധ്യത്തിൽ കൂവലിനും കളിയാക്കലിനും വിധേയനായി കൊണ്ട് അദ്ദേഹത്തിനെ അപമാനിച്ച് ഇറക്കി വിടുകയുണ്ടായത്. അത് ജി കാർത്തികേയൻ്റെ ഭാഷയിലെ ഒരു അൺസെറിമോണിയൽ സെൻറ്റ് ഓഫ്. ശ്രീ കാർത്തികേയൻ പറഞ്ഞൊരു സെൻറ്റൻസ് എപ്പോഴും മറന്നിട്ടില്ല. അതാണ് കെ കരുണാകരനോട് ചെയ്തത് എന്ന് ശ്രീ കാർത്തികേയൻ പിന്നീട് പറയുണ്ടായി. ആ സെൻറ്റ് ഓഫാണ് അദ്ദേഹത്തിന് അന്ന് നൽകിയത്. പിന്നെ ഏതാണ്ടൊരു 4 മാസം വെറുതെ ഇരുത്തി പിന്നെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കി. ആ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യരക്ഷയും ആഭ്യന്തര വകുപ്പിനൊക്കെ പകരം ഒരു വ്യവസായ വകുപ്പ്, ആ വ്യവസായ വകുപ്പിൽ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമന്ത്രി കയ്യിൽ വെച്ചു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം അദ്ദേഹത്തിന് അപമാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും വിശ്വസിച്ച തൃശ്ശൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പരാജയം ഉണ്ടായി. അങ്ങനെയൊക്കെ ഒരുപാട് മാനസിക തളർച്ച. ഇതിന് ശേഷം നമ്പി നാരായണൻ നിരപരാധിയാണെന്നുള്ള വിധി വന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു. പറഞ്ഞു അദ്ദേഹത്തിന് നമ്പി നാരായണൻ നിരപരാധിത്വം തിരിച്ചു കിട്ടി, അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. രമൺ ശ്രീവാസ്തവയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലി തിരിച്ചു കിട്ടി. ഒരാൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാതുള്ളൂ, അത് ഞാനാണ് എന്ന് ശ്രീ കെ കരുണാകരൻ പിന്നീട് പറയുന്നത്. ഈ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടത് ഇടത് ക്യാമ്പാണെങ്കിലും പിന്നീട് അത് കോൺഗ്രസിലെ വിഭാഗീയതയിൽ മറുഭാഗം, കോൺഗ്രസിനകത്ത് മറുഭാഗം അത് ആയുധമാക്കി കെ കരുണാകരനെതിരെ വലിയ പോർമുഖം തുറക്കുകയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി? അത് സത്യത്തിൽ അതിലെ ഇടതു മുന്നണിയെ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ആയുധം ആരുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അവർ പ്രയോഗിക്കുമല്ലോ.
അപ്പോൾ നമ്മുടെ കൂട്ടത്തുള്ള ഒരാൾക്കെതിരായിട്ട് ആയുധം അവരേൽപ്പിച്ചാൽ ആയുധം നന്നായി പ്രയോഗിക്കും. അപ്പോൾ അന്നത്തെ കോൺഗ്രസ്സിലെ ആഭ്യന്തര തർക്കങ്ങളിൽ അതിൻ്റെ പിന്നിൽ ശരിക്ക് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ ഒരു ചതിയുണ്ട്. ഞാനതിന് ആ വാക്ക് തന്നെയാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, എന്നാലും മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുതെന്ന് പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതൊന്നൊരു പ്രശ്നമല്ല. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ പി സി ചാക്കോ, സാവിത്രി ലക്ഷ്മണൻ, ഞങ്ങളൊക്കെ കൂടെ നരസിംഹറാവിനെ കാണാൻ പോയി. ഇങ്ങനെ കേരളത്തിൽ ഘടകകക്ഷികളൊക്കെ ഇടഞ്ഞു നിൽക്കുന്നു, കെ കരുണാകരനെ താഴെ ഇറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അന്ന് നരസിംഹറാവ് ചോദിച്ചു, എന്താ കരുണാകരൻ എന്താ കുറ്റം ചെയ്തിട്ടുള്ളതിന് ഇത്രയൊക്കെ ചെയ്യാൻ, എന്തിനാണ് അദ്ദേഹത്തിനെതിരായിട്ട് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയും അദ്ദേഹത്തിന് രാജി കൊടുക്കാൻ പറയും, ബാക്കി ഞാൻ നോക്കിക്കോളാം, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഞാൻ നോക്കിക്കോളാം, ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ അത് വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വത്തിൻ്റെ, നരസിംഹറാവുവിൻ്റെ ഒരു കൈകൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. അന്ന് അതിന് വേറെ കാര്യമുണ്ട്. അന്ന് ഈ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു അലിഗേഷൻ പല നേതാക്കന്മാർക്കും എതിരായിട്ട്. ആ അലിഗേഷനിൽ പലരും രാജിവെച്ചല്ലോ. ബൽറാം ചാക്കറിനെ ആ ട്രാപ്പിൽപ്പെടുത്തി രാജിവെപ്പിച്ചു, മാധവറാവ് സിന്ധ്യേനെ ആ ട്രാപ്പിൽപ്പെടുത്തി രാജിവെപ്പിച്ചു. പ്രതിപക്ഷത്ത് അഡ്വാനിക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനും കെ കരുണാകരനെ തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആരാണോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഉയർത്തി കാണിക്കുന്നത്, അങ്ങനെയുള്ളവരെ തകർക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കെ കരുണാകരനെതിരായിട്ട് ഒന്നും കിട്ടാത്ത നേരത്താണ് ഈ ചാരക്കേസ് വരുന്നത്. അത് നരസിംഹറാവ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കൂടുതൽ ഗവേഷണം നടത്തി കേരള രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് പാർട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് എല്ലാം അറിയാമായിരുന്നിട്ടും ഞാനൊക്കെ അതിൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കാൻ കാരണം. ഒരുപക്ഷെ കുറച്ചുകൂടെ വ്യക്തത വന്നല്ലോ ഈ CBI അന്വേഷണത്തിലൂടെ. ഇത് കള്ളക്കേസാണ്, കെട്ടിച്ചമച്ചാണ്, ആര് തുടങ്ങി എന്നടക്കം കൃത്യമായി കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഈ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇത് കോടതിയിൽ ഇതിൻ്റെ വിചാരണ മര്യാദയ്ക്ക് നടന്നാൽ, പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം 30 കൊല്ലം ഇത് സംഭവം കഴിഞ്ഞ് 30 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ബാക്കിയുള്ളത്. അവർക്ക് എന്തുമാത്രം അവരിതിൽ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ ഇനി അവർ ശ്രമിച്ചുകൂടായില്ല. ചിലപ്പോൾ വേറെ മേൽക്കോടതി, പക്ഷേ ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് അന്വേഷിച്ചത്. അതുകൊണ്ട് കാര്യമായിട്ട് ഇനി അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വിചാരണ ശരിക്കും നീണ്ടുപോയി തങ്ങൾ കുടുങ്ങുന്നത് കണ്ടാൽ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ നാളെ സത്യം പറയേണ്ടി വരും കോടതി, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞങ്ങളിതൊക്കെ നിരപരാധിയാണ്, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ കിട്ടിയതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് അവർക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഗൂഢാലോചനയും പുറത്തു വരുന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. പക്ഷേ ഞാനൊരു പൂർണ്ണമായിട്ട് വിശ്വാസമില്ല, കാരണം 30 കൊല്ലം കഴിഞ്ഞു. ഈ ചില ആളുകൾ ഈ കേരളത്തിൽ ചില ഗൂഢാലോചന നടന്നല്ലോ, ആ ഗൂഢാലോചനയെ, രാഷ്ട്രീയ ഗൂഢാലോചനയെ അറിയുന്ന പലരും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ഞങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞ ആളുകൾ, ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അടക്കം പിന്നീട് പറയാം, അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കും, അതുകൊണ്ട് തൽക്കാലം ഞാൻ നിശബ്ദനാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനൊപ്പം പത്മജ വേണുഗോപാലും സമാനമായി തന്നെ വേട്ടയാടപ്പെട്ട ആ കരുണാകരൻ്റെയും കുടുംബത്തിൻ്റെയും ആ സാഹചര്യം വിശദീകരിക്കേണ്ടേ, അങ്ങുൾപ്പെടെ കുടുംബം അനുഭവിച്ച ഒരു വേദനയില്ലേ ആ സമയത്ത്? അല്ല, അതിൽ കുടുംബം അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ഒന്ന് അവിചാരിതമായിട്ട് അച്ഛനുണ്ടായ ആക്സിഡൻറ്റ്. അതുവരെ നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന വ്യക്തി വളരെ പരിക്കേറ്റ് അവശനായി, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങളുടെ കുടുംബം പ്രയാസപ്പെട്ടൊരു കാലം. സത്യത്തിൽ അതാണ് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ തന്നെ കാരണം. അപ്പോഴാണ് ഈ ചാരക്കേസ്, ചെല്ലുന്ന സ്ഥലത്തൊക്കെ കൂവൽ, ഒരുപാട് പീഡനങ്ങൾ കുടുംബം അനുഭവിച്ചു. അതിൽ ലീഡർ മരിക്കുന്ന ഒരു കാലഘട്ടം, ഒരുപക്ഷെ ലീഡറുടെ ആത്മാവിന് ഒരു നീതി ലഭിച്ചില്ല എന്ന് നമ്പി നാരായണൻ ഒടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അല്ല, ഇപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മരിച്ചുപോയ ഒരാൾക്ക് നാളെ സ്ഥാനങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനോടൊരു കടുങ്കൈ ചെയ്തു എന്നുള്ള ഫീലിംഗ് സമൂഹത്തിലുണ്ടായി. അപ്പം അതിൽ നമ്പി നാരായണൻ്റെ ഒരു നിയമ പോരാട്ടം സഹായിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്ത് രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുത്താലും അദ്ദേഹം എടുത്ത ആ പൊരുതാൻ, അതായത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു മെച്ചം
കെ കരുണാകരനെതിരെ അദ്ദേഹത്തിനെ അപമാനിച്ചിറക്കി വിട്ടുന്നുള്ള ഫീലിംഗ് കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടായി. പക്ഷെ നമ്പി നാരായണൻ അനുഭവിച്ച പ്രയാസത്തിൻ്റെ അത്രയൊന്നും അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എത്ര കോടി നൽകിയാലും ഏറ്റ മർദ്ദനങ്ങൾക്ക് ഒരു പരിഹാരമല്ല. കോൺഗ്രസിലെ ഏറ്റവും കരുത്തുള്ളൊരു കാലഘട്ടമായിരുന്നല്ലോ ആ ഒരു 90-കൾ. ലീഡർ നയിക്കുന്ന കോൺഗ്രസ്, മുന്നണിയും ശക്തമായിരുന്നു. ഒരുപക്ഷെ ഈ ആ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇത്തരം ഒരു സമ്മർദ്ദം വന്നു നോക്കി പിന്നീട് അങ്ങോട്ട് ഈ മുന്നണി സംവിധാനവും കോൺഗ്രസും ഒക്കെ ദുർബലമാവാൻ കാരണം എവിടെയാണ്? അല്ല, അന്ന് അദ്ദേഹത്തിനെ താഴെ ഇറക്കാതെ അദ്ദേഹത്തിന് വീണ്ടും ഒരു തുടർ ഭരണത്തിനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞം പ്രോജക്റ്റൊക്കെ അന്ന് തന്നെ നടപ്പാക്കാൻ കഴിയുന്നു. പക്ഷേ ഇത്രയും കുഴപ്പങ്ങളുള്ളപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചിയിലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ അദ്ദേഹം കൊണ്ടുപോകും. അപ്പോൾ അത് മാത്രമല്ല, 13 മാസം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തിനെ ഇറക്കി വിട്ടത്. അതിന് പകരം ആ 13 മാസം കൂടെ അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ ഒരു നേതൃമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിടുന്നതും ആ ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായും ഔദ്യോഗിക ചർച്ച തുടങ്ങിയെന്നാണ്. പക്ഷേ അത് പൂർത്തീകരിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. കെ കരുണാകരൻ മനസ്സിലാഗ്രഹിച്ചത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. ആ ഒരു അവകാശവാദം ഇടതുപക്ഷം ഏറ്റെടുക്കുമ്പോൾ അതിലവർക്ക് ഒരു അവകാശമില്ല. കാരണം ഉമ്മൻചാണ്ടി അന്ന് ഇത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അത് പൊങ്ങില്ലായിരുന്നു. അന്ന് അദാനിക്ക് കൊടുത്തപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെപ്പോലും പക്ഷേ ഞങ്ങൾ അന്ന് തിരുവനന്തപുരം ജില്ലയിലെ MLA-മാർ ഒറ്റക്കെട്ടായിട്ട് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നു. ആ ധൈര്യമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. അന്ന് ആ തീരുമാനം അധികം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഴിഞ്ഞം ഈ നിലയിലെത്തില്ലായിരുന്നു. മറ്റൊന്ന്, ഇപ്പം മലബാർ CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അവിടെ വിഭാഗീയത രൂക്ഷമാകുന്നു. പാർട്ടിക്കകത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യം ഈ വലിയ പ്രതിസന്ധി ആവില്ലേ CPM-ന്? അത് എങ്ങനെയാണ് രാഷ്ട്രീയമായി? CPM നശിച്ചു കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, കോൺഗ്രസ്സോ CPM-ഓ ദുർബലമായാൽ അവിടെ BJP കയറും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ PSC-യുടെ കോഴവം ഒരു പ്രമോദ് കോട്ടൂളി വിചാരിച്ചാൽ 60 ലക്ഷം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ബിഹൈൻഡ് ദ കർട്ടൻ ആരോണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭയിൽ ഇളവനക്കരിയും ഇത്രയും ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിനെതിരായിട്ട് പല റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ടായി. നേരോന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സഖാക്കൾ പോലും അത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് CIT പോലും അദ്ദേഹത്തിനെ കൈവിട്ട ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ദിശയിലേക്ക് എത്തി നിൽക്കുകയാണ് പ്രമോദ് കോട്ടൂളിയിലൂടെ. പക്ഷേ ഇനി പ്രമോദ് എന്തൊക്കെ പറയുന്നുള്ളത് കണ്ടറിയണം. മറ്റൊന്ന്, സഹോദരി നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി കാലത്തൊക്കെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചാകാം ഒരുപക്ഷെ ആത്മവിശ്വാസം വളർത്തിയത്. ലീഡറുടെ അപകടവും അടക്കം, അമ്മയുടെ വേർപാടിൻ്റെ കാലം, ഒപ്പമുണ്ടായിരുന്ന സഹോദരി അങ്ങ് ആർക്കെതിരെയാണോ ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കുന്ന ആ ഒരു ക്യാമ്പിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മാനസികമായ വ്യക്തിപരമായ ഒരു വേദനയുണ്ട്. ആ ഒരു വേദന നിലനിൽക്കുമ്പോൾ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കോൺഗ്രസ് കൂടാരത്തിൽ? അല്ല, അത് അവരാണ് തീരുമാനിക്കേണ്ടത്, തിരിച്ചു വരണോ വേണ്ടതെന്നുള്ളത്. അവർ തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും പാർട്ടി അവരുടെ മുമ്പിൽ വാതിൽ കൊട്ടി അടയ്ക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാൻ കോൺഗ്രസ് പാർട്ടിയിൽ. അത് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അഭ്യൂഹങ്ങൾ KPCC അധ്യക്ഷ പദവിയിലേക്ക് കെ മുരളീധരൻ തിരിച്ചെത്തുന്നു, UDF-ൻ്റെ നേതൃപദവി കെ മുരളീധരൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ. ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഓടി നടക്കേണ്ട സാഹചര്യമില്ല. ഒന്ന്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഇപ്പോഴും തീരാൻ ബാക്കിയാണ്. ഈ സമയത്തൊക്കെ ഒന്നും ഒരു കാര്യം കണ്ട് ഏൽപ്പിക്കാൻ പോകുന്നില്ല. പിന്നെ ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു ചുറ്റുപാടില്ല. ഈ നിയമസഭയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികളുടെ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അങ്ങ് നിയമസഭയിൽ അങ്ങനെ പൊതുവെ വിലയിരുത്തപ്പെട്ടത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ വടകരയിലേക്കുള്ള ഒരു പോക്ക്. ഒരുപക്ഷെ അങ്ങൊക്കെ നിയമസഭയിൽ നിന്ന് പോയത് പ്രതിപക്ഷം കൂടുതൽ ദുർബലമാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രതിപക്ഷത്തുള്ള നല്ല ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഷാഫി പറമ്പിലും പോയല്ലോ. അപ്പോൾ അങ്ങനെ ലോക്സഭയിലേക്ക് കൂടുതൽ കേരളത്തിലെ നേതാക്കന്മാർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അസംബ്ലിയിൽ എത്തേണ്ടവരെത്തില്ല. അങ്ങനെ ഒരു പ്രയാസമുണ്ട്.
ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയമാണ് ഇനി അങ്ങ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നന്ദി.